നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ കുറവ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. പ്രോട്ടീൻ അഭാവം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് പെട്ടെന്ന് തടി കുറയ്ക്കുമെന്ന് അവകാശപ്പെടുന്ന ഭക്ഷണ രീതികൾ. അത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ചും ഒരു തരം ഭക്ഷണം മാത്രം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നവ. നമ്മുടെ ശരീരത്തിന് നിർമ്മാണ ഘടകമായ പ്രോട്ടീൻ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എല്ലാ ആളുകളുടെയും ശരീരം ഒരുപോലെയല്ല. നമുക്ക് എല്ലാവർക്കും വിറ്റമിനുകളും പോഷകങ്ങളും ആവശ്യമാണെങ്കിലും ഓരോരുത്തരുടെയും അതിനുള്ള ആവശ്യകതയുടെ അളവ് വ്യത്യാസപ്പെടാം. പേശികൾക്ക് ബലം നൽകാനും നന്നാക്കുന്നതിനും വിശപ്പ് നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ സ്ഥിരപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ മുടിയും നഖങ്ങളും വളരുന്നതിനും ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലും രക്തത്തിലും ഈ സുപ്രധാന പോഷകത്തിന്റെ മതിയായ അളവില്ലാത്തത് നമ്മുടെ ശരീരഭാരം മുതൽ മാനസികാവസ്ഥ വരെ എല്ലാത്തിനെയും ബാധിക്കും. നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾക്ക് പ്രോട്ടീൻ കുറവുള്ളതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ ലളിതമായ ഉറവിടങ്ങളിലൂടെ ആവശ്യമായ പ്രോട്ടീൻ എങ്ങനെ നമുക്ക് ലഭിക്കുമെന്നുള്ളതും. പ്രോട്ടീൻ്റെ അഭാവം മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ തന്നെ നമ്മുടെ ചർമ്മം വരണ്ടതും പൊളിഞ്ഞിളകുന്നതുമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന തിളക്കമുള്ളതും മനോഹരമായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് പകരം വല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവുക. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ പ്രോട്ടീന് നമ്മുടെ മുടി, നഖം, ചർമ്മം എന്നിവയുടെ നിർമ്മാണ ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനുകൾ മതിയായിട്ട് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി പൊട്ടുകയോ അല്ലെങ്കിൽ വരണ്ട മുടിയാവുകയോ ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നാണെങ്കിലും ഡ്രൈ ആവുകയും പൊളിഞ്ഞിളകുകയൊക്കെ ചെയ്യും. വരണ്ട മങ്ങിയ മുടിയോ പെട്ടെന്ന് പൊട്ടുന്നതോ ആയിട്ടുള്ള നഖങ്ങൾ പോലും നമ്മുടെ പ്രോട്ടീൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്. ഇനി പ്രോട്ടീൻ്റെ കുറവ് കാണിക്കുന്ന അടുത്തൊരു ലക്ഷണമാണ് നമുക്ക് അടിക്കടി വിശപ്പുണ്ടാവുക എന്നുള്ളത്. പ്രോട്ടീനേക്കാളും കൊഴുപ്പിനേക്കാളും വേഗത്തിൽ കാർബോഹൈഡ്രേറ്റാണ് ദഹനം നടക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിന് പ്രോട്ടീനും കൊഴുപ്പും ഇല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും വിശപ്പ് അനുഭവപ്പെടും. വെറും പാലും ധാന്യവും ഉപയോഗിച്ച് ദിവസം ആരംഭിക്കുന്നവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുകയും പിന്നീട് തകരുകയും ചെയ്യും. പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഉപയോഗിച്ച് സമീകൃത ഭക്ഷണം കഴിക്കുന്നവർക്ക് മണിക്കൂറുകളോളം വിശപ്പ് അനുഭവപ്പെടില്ല. അനുയോജ്യമായ ഭക്ഷണ വിഘടനം 40% പ്രോട്ടീൻ, 30% കൊഴുപ്പ്, 30% കാർബോഹൈഡ്രേറ്റ് എന്നിവയായിരിക്കണം. ഇനി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അടുത്തൊരു ലക്ഷണം. പ്രോട്ടീൻ്റെ കുറവ് നമ്മുടെ ശാരീരിക മാന്ദ്യം മാത്രമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവും മന്ദഗതിയിലാക്കും. ഇതുമൂലം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ശരിയായ അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നത് നമ്മളെ കൂടുതൽ ഉണർത്തുകയും ജാഗ്രത പുലർത്തുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതേസമയം തന്നെ കാർബോഹൈഡ്രേറ്റുകൾ നമുക്ക് ഉറക്കം നൽകും. കടുത്ത ക്ഷീണത്തെ ചികിത്സിക്കാനായിട്ട് ബീൻസ്, ക്വിനോവ തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ ചിക്കൻ ലിവർ എന്നിവ നമുക്ക് കഴിക്കാം. ഇത് പ്രോട്ടീൻ്റെ കുറവ് മാത്രമല്ല, ഇരുമ്പിൻ്റെ കുറവും പരിഹരിക്കും. ഇനി പ്രോട്ടീൻ്റെ കുറവ് കാണിക്കുന്ന അടുത്തൊരു ലക്ഷണമാണ് നമ്മുടെ വയറ് വീർത്തതായിട്ട് തോന്നുക, അല്ലെങ്കിൽ വെള്ളം നമ്മുടെ വയറ്റിനകത്ത് കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നുക. അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവ് കൂടാതെ വൃക്കകളുടെ പ്രവർത്തനങ്ങളിൽ ചെറിയതോ കാര്യമായതോ ആയിട്ടുള്ള തടസ്സം ഉണ്ടാവുകയാണെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക തന്നെ വേണം. പ്രോട്ടീൻ്റെ കുറവ് വയറ്, കാലുകൾ, കണങ്കാലുകൾ എന്നിവയിൽ വീക്കമുണ്ടാക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും വീർക്കുന്നതിനും ഇത് കാരണമാകാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും ചർമ്മത്തിൻ്റെ പുറത്തും ദ്രാവകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് പ്രോട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി അടുത്ത, നമ്മുടെ കോശങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുവാനും കൈകാര്യം ചെയ്യുവാനും നമ്മളുടെ മസ്തിഷ്കം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ പലതും അമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളില്ലാത്തപ്പോൾ ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തും. അതാകട്ടെ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നിവയുടെ അളവ് കുറയ്ക്കുകയും നമ്മളുടെ വിഷാദം പോലുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ കുറവുകൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന വൈദ്യസഹായങ്ങൾ സ്വീകരിക്കുക.